ആ രഹസ്യത്തിന്റെ ഭാരം അയാളുടെ മേൽ കൂടി വീഴുകയാണ്. സിനിമയുടെ അവസാനത്തെ രംഗം വളരെ പ്രധാനമാണ്. അന്നേരം ഷറഫുദ്ദീനും പാർവതിയുടെയും കഥാപാത്രങ്ങൾ മാത്രമായി ബെഡ്റൂമിലിരിക്കുന്ന ആ രംഗം അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് അറുതിയായി എന്ന് വ്യക്തം. ആ വീട് വിറ്റ് തങ്ങളുടെ കടവും വീട്ടിയിരിക്കണം. അന്നേരമാണ് ബിജുമേനന്റെ കഥാപാത്രത്തിന് വന്നിരിക്കുന്ന വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവിനെ പറ്റി പാർവതിയുടെ കഥാപാത്രം ഷറഫുദ്ദീന്റെ കഥാപാത്രത്തോട് പറയുന്നത്. ഷറഫുദ്ദീന്റെ കഥാപാത്രം അനുഭവിക്കുന്ന രഹസ്യത്തിന്റെ ഭാരം അന്നേരം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഷറഫുദ്ദീന്റെ കഥാപാത്രം അനുഭവിക്കുന്ന രഹസ്യത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ എന്നോണം പാർവതി പറയുന്നു. പലപ്പോഴും താൻ കരുതുന്നുണ്ട് ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ നിന്നും തന്റെ ആദ്യ ഭർത്താവ് വരുമെന്ന്. താൻ ശവശരീരമെന്ന് കരുതി തിരിച്ചറിഞ്ഞത് യഥാർത്ഥ ആളെ അല്ലെന്ന് അവൾക്കും സംശയമുണ്ടെന്ന് സാരം. അന്നേരം താൻ മാത്രം അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമാകേണ്ടി വന്നതിന്റെ എല്ലാ ടെൻഷനും അയാൾ അനുഭവിക്കുന്നുണ്ടാകാം. ഇത് തന്നെയല്ലേ ഈ സിനിമയുടെ പേരിന്റെയും പ്രസക്തി. അതുപോലെ സിനിമയിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു വിഷയമാണ് വിശ്വാസം. ദൈവവിശ്വാസിയായ ഒരു വ്യക്തി